ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. പറക്കും തിളക എന്ന ടാസ്കിന്റെ അവസാന ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ റൗണ്ടിലെ പോയിന്റുകളും കൂടി കണക്ക് കൂട്ടിയാവും പലരുടെയും സ്ഥാനമാറ്റങ്ങൾ നടക്കാൻ പോകുന്നത്. ഈ റൗണ്ടിലും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം മഞ്ഞയും ചുമപ്പും ബോളുകളുടെ ഒപ്പം 2 കറുത്ത ബോളുകളാണ് ബിഗ് ബോസ് ഇന്ന് ഇവർക്ക് നൽകിയത്. ഒന്ന് ആദിലയ്ക്ക് ലഭിച്ചു, മറ്റൊന്ന് ഷാനവാസിന് ലഭിച്ചു. പക്ഷേ ഇവിടെ ഷാനവാസ് വളരെ ബുദ്ധിപൂർവ്വം തന്നെ കളിച്ചു. കാരണം ഈ റൗണ്ടിൽ ഷാനവാസിന് ലഭിച്ചത് 20 പോയിന്റാണ്. ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ചതും ഷാനവാസിനാണ്. ആദിലയ്ക്ക് 8 പോയിന്റും. അതുകൊണ്ട് തന്നെ ആദിലയ്ക്ക് ഈ റൗണ്ട് റദ്ദാക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു ബ്ലാക്ക് ബോൾ ഷാനവാസിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ സമ്മതമില്ലാതെ ആദിലയ്ക്ക് ഈ റൗണ്ട് റദ്ദാക്കാനും സാധിക്കില്ല. ഈ റൗണ്ടിൽ ഷാനവാസിന് 20 പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഷാനവാസിന് മുന്നിലേക്ക് വരാനുള്ള ഒരു അവസരമാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഷാനവാസ് ഈ റൗണ്ട് റദ്ദാക്കുന്നില്ല. അവസാനം ഷാനവാസിന്റെ തീരുമാനത്തോട് ആദിലയും യോജിക്കുന്നു. ഈ റൗണ്ട് റദ്ദാക്കാതെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ടാസ്കിന്റെ ഇന്നത്തെ എല്ലാ റൗണ്ടും കഴിയുമ്പോൾ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുന്നിലുള്ളത് ആര്യൻ തന്നെയാണ്. ആര്യന് ടോട്ടൽ 65 പോയിന്റാണ്. രണ്ടാം സ്ഥാനം അനീഷ് തന്നെയാണ്. അനീഷിന് 60 പോയിന്റ്. അക്ബറിന് 59 പോയിന്റ് മൂന്നാം സ്ഥാനം. എങ്കിലും 3 പേരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ പോയിന്റുകളുടെ വ്യത്യാസം മാത്രമാണ്. നാളെ വേണമെങ്കിൽ ഇത് മാറി മറിയാം. ഈ റൗണ്ട് റദ്ദാക്കാതെ വളരെ ബുദ്ധിപൂർവ്വം കളിച്ചതുകൊണ്ട് തന്നെ 44 പോയിന്റുമായി ഷാനവാസും തൊട്ടു പിന്നാലെയുണ്ട്. ആദിലയ്ക്ക് ഈ റൗണ്ടിൽ 8 മഞ്ഞ ബോളുകളാണ് ലഭിച്ചത്, 8 പോയിന്റ്. അനീഷിന് 1 ചുവപ്പ് ബോളും 12 മഞ്ഞ ബോളും, ടോട്ടൽ 15 പോയിന്റ്. ആര്യനും 1 ചുവപ്പ് ബോളും 12 മഞ്ഞ ബോളുകളും, 15 പോയിന്റ്. നൂറയ്ക്ക് 1 ചുവപ്പ് ബോളും 9 മഞ്ഞ ബോളും, 12 പോയിന്റ്. ലക്ഷ്മിക്ക് 12 മഞ്ഞ ബോളുകൾ, 12 പോയിന്റ്. ഷാനവാസിന് 4 ചുവപ്പ് ബോളും 8 മഞ്ഞ ബോളും, 20 പോയിന്റ്. അനുമോൾക്ക് 3 മഞ്ഞ ബോള്, 3 പോയിന്റ്. നെവീന് 7 മഞ്ഞ ബോള്, 7 പോയിന്റ്. അക്ബറിന് 15 മഞ്ഞ ബോളുകൾ, 15 പോയിന്റ്. സാബുമാന് 1 ചുവപ്പ് ബോളും 6 മഞ്ഞ ബോളും, ടോട്ടൽ 9 പോയിന്റ്. എന്തായാലും ഇന്നത്തെ വാശിയേറിയ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.